ആദ്യം ഇത് ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കാം. ഇങ്ങനെ തന്നെ പോകട്ടെ. കയറിക്കോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനിയും കല്യാണത്തിന് പോവാണ്. കല്യാണം മികാസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കല്യാണത്തിൻ്റെ പരിപാടികളെല്ലാം കാണിക്കാം. അപ്പം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് മികാസ് കൺവെൻഷൻ സെൻറ്ററിൽ. ഇനിയും അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ. അത്യാവശ്യം നല്ല ഓഡിറ്റോറിയമാണ്. നല്ല അടിപൊളി സ്റ്റേജ്. ഇതാണ് എൻ്റെ ടീംമേറ്റ്സ്. ഇത് നടുക്കിരിക്കുന്നത് ശിവകുമാർ സാർ, മറ്റേത് രാകേഷ്. സ്റ്റേജ് ഒരു സിമ്പിൾ സ്റ്റേജാണ്, നല്ല അലങ്കാരമൊക്കെ ആയിട്ട്. എനിക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ തോന്നിയത് ഇവരുടെ ഈ ഫ്യൂഷനാണ്. നല്ല അടിപൊളിയായിട്ട് ആ ചേട്ടൻ വായിക്കുന്നുണ്ട്. അഖിലിൻ്റെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മുഹൂർത്തമാകാനായിട്ട്. കല്യാണ ചെക്കൻ വേദിയിലേക്ക് വന്നിരിക്കുന്നു. കല്യാണ പെണ്ണ് വരാൻ പോകുന്നു. അവരെ സ്വീകരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള താലപ്പൊലി റെഡിയാക്കുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിരുന്നു. അധികം റഷൊന്നും ഇല്ലായിരുന്നു. നല്ല വലിയ പപ്പടം, ചോറെത്തി, കൂടെ പരിപ്പ്, പിന്നെ നെയ്യ്, പപ്പടവും കൂട്ടി കുഴച്ചൊരു പിടുത്തം. ആഹാ, പായസം 3 കൂട്ടം ഉണ്ടായിരുന്നു. അടപ്രഥമൻ, പാൽപ്പായസം, പിന്നെ പൈനാപ്പിൾ പായസം. ഹായ്, ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പൊട്ടി തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. കൊച്ചി ആലപ്പുഴ മെയിൻ റോഡിൽ അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് കാരണം സ്ലോ ആണ്.
ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡീവിയേറ്റ് ചെയ്ത് കുമരകം, വൈക്കം, അങ്ങനെ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടും സെയിം ടൈമാണ്. ദൂരെ കൂടുതലുണ്ടെന്നോ കുറവുണ്ടെന്നോ ഒന്നും പറയാനില്ല. ടൈം സെയിമാണ്. കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടണം. പക്ഷേ കുറച്ചുകൂടെ മറ്റേതിനെ അപേക്ഷിച്ച് നിർത്തി വരുന്നതിനും നല്ലത് ഇത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു. നല്ല റൈഡിങ് കംഫോർട്ടുണ്ട് വണ്ടി. അതുമല്ല ഗിയർ ഷിഫ്റ്റിങ്ങും പെഡലിങ്ങും ഒക്കെ ഒരു സ്പോർട്ടി ഫീൽ തരും. അപ്പം ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളും 1 വീക്ക് റിവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.